എവ്രിവൺ, ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെയാണ് സൂപ്പർ ഈസി ആയിട്ട് റീവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജേർണൽ എൻട്രീസ് പാസ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ആണ് നമ്മൾ അതിൽ റെക്കോർഡ് ചെയ്യാറുള്ളത് അല്ലേ. അപ്പോൾ അസറ്റ്സുമായിട്ടും ലൈബിലിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള റൂള് മനസ്സിലാക്കുക ആദ്യം. അസറ്റിന്റെ കേസിൽ എന്തായിരുന്നു റൂള്? അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ആൻഡ് ദെൻ ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് വരുന്നത്? ലയബിലിറ്റീസിന്റെ കേസ് അല്ലേ. അതായത് ലയബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുകയാണ് എങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക, ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ റീവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജേർണൽ എൻട്രീസിൽ ഒന്നില്ലെങ്കിൽ ഡെബിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? റീവാലുവേഷൻ അക്കൗണ്ട് ആയിരിക്കും. സോ നമുക്ക് ഒരു ആസ്പെക്ട് കിട്ടിയാൽ മതി, മറ്റേ ആസ്പെക്ട് റീവാലുവേഷൻ അക്കൗണ്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ വരുന്ന എൻട്രീസ് എന്നുള്ള കാര്യം നോക്കി നോക്കാം. ഫസ്റ്റ് വൺ, ഫോർ ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് അസറ്റ്. അസറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു. അസറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? അസറ്റിനെ ഡെബിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ. സോ എന്തായിരിക്കും എൻട്രി വരുന്നുണ്ടായിരിക്കുക? യെസ്, അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു റീവാലുവേഷൻ അക്കൗണ്ട്. ഏത് അസറ്റ് ആണോ ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് ആ അസറ്റിനെ ഡെബിറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ബിൽഡിംഗ് ആണ് ഇൻക്രീസ് ചെയ്തിട്ടെങ്കിൽ ബിൽഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ടു റീവാലുവേഷൻ അക്കൗണ്ട്. ഓക്കെ, അടുത്തത് നോക്കിക്കേ. ഫോർ ഡിക്രീസ് ഇൻ വാല്യൂ ഓഫ് അസറ്റ്. അസറ്റിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്തു. അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? യെസ്, ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. അപ്പം അസറ്റിനെ എന്ത് ചെയ്തേക്കാം? ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക. എൻട്രി എന്താണ്? റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു അസറ്റ്സ് അക്കൗണ്ട്. നെക്സ്റ്റ് വൺ, ഫോർ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ലയബിലിറ്റി. ലയബിലിറ്റീസിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്തു. ഡിക്രീസ് ഇൻ ലയബിലിറ്റീസ് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തേക്കുക. എൻട്രി എന്താണ്? ലയബിലിറ്റി അക്കൗണ്ട് ഡെബിറ്റ് ടു റീവാലുവേഷൻ അക്കൗണ്ട്. നെക്സ്റ്റ് വൺ, ഫോർ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ലയബിലിറ്റി. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തു. ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. റീവാലുവേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക. അപ്പം എൻട്രി എന്താണ്? റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ലയബിലിറ്റി അക്കൗണ്ട് ആണ്. നെക്സ്റ്റ് വൺ, ഫോർ ആൻ അൺറെക്കോർഡഡ് അസറ്റ്. അൺറെക്കോർഡഡ് അസറ്റ് എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ഇൻ അസറ്റ് പോലെ ട്രീറ്റ് ചെയ്താൽ മതി. അതായത് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം അല്ലേ. അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു റീവാലുവേഷൻ അക്കൗണ്ട്. നെക്സ്റ്റ് വൺ, ഫോർ ആൻ അൺറെക്കോർഡഡ് ലൈബിലിറ്റി. അൺറെക്കോർഡഡ് ലൈബിലിറ്റി ഇൻക്രീസ് ഇൻ ലൈബിലിറ്റി പോലെ ട്രീറ്റ് ചെയ്യുക. അതായത് ലൈബിലിറ്റി കൂടുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. റീവാലുവേഷൻ അക്കൗണ്ടിനെ അപ്പോൾ ഡെബിറ്റ് ചെയ്യുക. എൻട്രി എന്നാണ് റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ലൈബിലിറ്റി അക്കൗണ്ട്. ഇനി റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് പ്രോഫിറ്റ് ഓർ ലോസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? പാർട്ട്നേഴ്സിന്, ഓൾഡ് പാർട്ട്നേഴ്സിന് അവരുടെ ഓൾഡ് റേഷ്യോയിൽ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പ്രോഫിറ്റ് ആണെങ്കിൽ എന്തായിരിക്കും എൻട്രി വരുന്നുണ്ടായിരിക്കാം? ചിന്തിക്കാം. പ്രോഫിറ്റ് കൊടുക്കുന്ന സമയത്ത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും അല്ലെ. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക. എൻട്രി എന്നാണ് റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ഇനി ലോസ് ആണെങ്കിലോ, അതായത് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിലോ എന്താണ്? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ കുറയുന്നു. ക്യാപിറ്റൽ കുറയുമ്പോൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ റീവാലുവേഷൻ ക്രെഡിറ്റ് ചെയ്യുക. എൻട്രി എന്നാണ് ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു റീവാലുവേഷൻ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് റീവാലുവേഷൻ എൻട്രീസ് എന്ന് പറയുന്നത്. അതിലെ ലോജിക്ക് മനസ്സിലാക്കി എല്ലാവരും പഠിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.